DMF നേതാവ് PK ശശി കോട്ടോപ്പാടം നായാടിപ്പാറ ബ്രാഞ്ച് സെക്രട്ടറി മണികണ്ഠൻ നായാടിപ്പാറയെ ഭീഷണിപ്പെടുത്തിയതായി പരാതി. നാട്ടുകൽ പോലീസിനും ജില്ലാ പോലീസ് മേധാവിക്കും ആഭ്യന്തരമന്ത്രിക്കും DGPക്കും പ്രതിപക്ഷ നേതാവിനും പരാതി നൽകി. ഞാൻ PK ശശിയാണ്. എനിക്കെതിരെ ശബ്ദിച്ചാൽ കണ്ണടിച്ചു പൊട്ടിക്കും, കയ്യും കാലും വെട്ടിക്കളയും. അതിനുള്ള ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നും കരുതിയിരുന്നു എന്നുമാണ് ഭീഷണിയെന്ന് മണികണ്ഠന്റെ പരാതിയിൽ പറയുന്നു. വാട്സപ്പ് കോളിലാണ് ഭീഷണി മുഴക്കിയത്. സാമൂഹ്യ വിരുദ്ധരെ ഉപയോഗിച്ച് PK ശശി ഭീഷണിക്ക് അനുസൃതമായി പ്രവർത്തിക്കുമെന്ന് തനിക്ക് ഭയമുണ്ടെന്നും പോലീസ് സംരക്ഷണം വേണമെന്നും മണികണ്ഠൻ ആവശ്യപ്പെട്ടു. നാട്ടുകൽ പോലീസ്, ജില്ലാ പോലീസ് മേധാവി, ആഭ്യന്തരമന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്നിവർക്കെല്ലാം പരാതി അയച്ചിട്ടുണ്ട്. പാർട്ടി നടപടിയുടെ ഭാഗമായി PK ശശിയെ നായാടിപ്പാറ ബ്രാഞ്ചിലേക്കാണ് തരം താഴ്ത്തിയിരുന്നത്. CPM വിട്ട് ഒറ്റപ്പാലത്ത് മത്സരിച്ച PK ശശിക്ക് അദ്ദേഹത്തിന്റെ വീട് സ്ഥിതി ചെയ്യുന്ന കുലുക്കിലിയാട്, നായാടിപ്പാറ മേഖലകളിൽ ഗണ്യമായ വോട്ട് കുറഞ്ഞിരുന്നു. ഇതിന്റെ വിരോധമാണ് ഭീഷണിക്ക് പുറകിലെന്ന് മണികണ്ഠൻ ആരോപിച്ചു. അതേസമയം കേരള ബാങ്ക് ശ്രീകൃഷ്ണപുരം ബ്രാഞ്ചിലെ ജീവനക്കാരനായ മണികണ്ഠൻ ഇടപാടുകാരനോട് മോശമായി പെരുമാറിയത് താൻ ഫോണിൽ വിളിച്ചു ചോദിക്കുകയായിരുന്നുവെന്നാണ് PK ശശി പറയുന്നത്. ചില കരുതലുകൾ ബന്ധങ്ങൾ പോലെ അമൂല്യങ്ങളാണ്. പഴരി ഗോൾഡ്, തലമുറകൾ കൈമാറിയ ആത്മബന്ധം.